അബുദാബിയിൽ ഇത് നാടകക്കാലമാണ്. നാടുവിട്ടെത്തിയ നാടക പ്രവർത്തകരുടെ മനസ്സിൽ നാടക സ്വപ്നങ്ങൾക്ക് തിരശീല ഉയരുന്ന കാലം. 7 എമിറേറ്റുകളിലും നാടക പരിശീലനങ്ങൾ സജീവവും. എന്റെ മോനെ കാണാനാണ് കർത്താവേ എല്ലാ വെട്ടുകാട് തിരുനാളിനും ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. കുട്ടിമാണി കുഞ്ഞായിരുന്ന കാലം മുതൽ മുടക്കമില്ലാതെ ഞാനും എന്റെ ത്രേസ്യയും ഇവിടെ വന്നിരുന്നത് മായാതെ ഹൃദയത്തിലുണ്ട് കർത്താവേ. ഭാരത് മുരളി നാടകോത്സവത്തിന് തിരശീല ഉയർന്നു. സ്വപ്നങ്ങളും നിരാശകളും ജീവിത കാമനകളും ഭാവിയെ ചൊല്ലിയുള്ള ആശങ്കകളും ആശകളുമെല്ലാമായി ഇനി നാടകക്കാലമാണ്. കേരള സോഷ്യൽ സെന്റർ ഒരുക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിൽ 9 നാടകങ്ങളാണ് വിവിധ ദിവസങ്ങളിൽ വേദിയിലെത്തുക. മത്സരത്തിനപ്പുറം കാലം സജീവമായി ചർച്ച ചെയ്യേണ്ട കാതലായ വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സംവിധായകരും നാടക പ്രവർത്തകരും. ഞങ്ങൾ ഇതിനെ ഒരു വലിയ മത്സരവേദിയിൽ ചെന്ന് മത്സരം നടത്തുക എന്നുള്ളതിനപ്പുറം പങ്കാളിത്തത്തെ കുറിച്ചാണ് കാണുന്നത്. 1. 2, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്നുള്ളതിനാണ് പ്രാധാന്യം. സമ്മാനവും അതിന് കിട്ടുന്ന അംഗീകാരവുമൊക്കെ രണ്ടാമത് മാത്രം. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ രാത്രി 8:15 നാടകങ്ങൾക്ക് തിരശീല ഉയരുന്നത്. ഔപചാരിക ഉദ്ഘാടനം തന്നെ നാടകത്തോടുള്ള പ്രവാസികളുടെ അടങ്ങാത്ത സ്നേഹം പങ്കിട്ടു. അബുദാബി ശക്തി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച ഡോക്ടർ ശ്രീജിത്ത് രമണന്റെ അബദ്ധങ്ങളുടെ അയ്യരുകളിയായിരുന്നു ആദ്യ നാടകം. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, അലൈൻ തുടങ്ങി വിവിധ എമിറേറ്റുകളിൽ റിഹേഴ്സലുകൾ തകൃതിയാണ്. ജോലി കഴിഞ്ഞെത്തി രാത്രി മുതൽ പുലർച്ചെ വരെയാണ് നാടക പരിശീലനം. അങ്ങ് ഇഷ്ടപ്പെട്ട റോസാദളം പോലെ മൃദുലമായ എന്റെ കൈകൾ നിന്നെ കാണാനല്ലേ ഞാൻ ഈ കടപ്പുറത്ത് കാത്തിരിക്കുന്നേ. എന്റെ പെണ്ണെ മാവുട്ടി, നിന്റെ റോസാപ്പൂ പോലെ സുന്ദരവും മൃദുലവുമായ നിന്റെ കൈകൾ ചേർത്ത് ആപ്പിള് പോലെ തൊടുത്ത നിന്റെ കവിളിൽ സ്നേഹം കിനിഞ്ഞൊരുമ്മ. ഷാർജ പ്രവാസി സമിതിയുടെ പരിശീലന കളരിയാണ് ഇത്. സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ശംഖുമുഖത്തിന്റെ തയ്യാറെടുപ്പ്. ഷാർജയിലും അജ്മാനിലുമെല്ലാമായി പുലർച്ചെ വരെ നീളുന്നതാണ് പരിശീലനം. ആദ്യ നാടകം ഞാൻ ചെയ്യുന്നത് 2009 അബുദാബിയിലാണ്. അബുദാബിയിൽ ആ നാടകത്തിലേക്ക് പോകുന്നത് വൈകുന്നേരം 5 മണിക്ക് പോയതിന് ശേഷം അവിടെ റിഹേഴ്സൽ കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വെളുപ്പിനെ 3 മണിക്കാണ്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ നാടകത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പോൾ മുഴുനീള ഒരു നാടക പ്രവർത്തകരല്ലെങ്കിൽ പോലും അത് ആ സമയത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ ജോലിയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തിരിച്ചെത്തുമ്പോൾ ലേറ്റായി കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അപ്പം ജോലിയും ഒരു ഭാഗത്ത്, കുടുംബവും മറ്റൊരു ഭാഗത്ത്, അതിനോടൊപ്പം തന്നെ കലയും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പ്രവാസികളായ കലാകാരന്മാർ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. ഇതുപോലുള്ള സാറ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഇതുപോലെയുള്ള വേദികൾ. തിരുവനന്തപുരം ശംഖുമുഖം തീരത്തെ ജീവിതവും ഇതിലൂടെ 2050 കേരളത്തെയും വരച്ചിടുകയാണ് നാടകം. പ്രവാസകാലത്തിന് ശേഷം ഒരു റിവേഴ്സ് പ്രവാസമുണ്ടാക്കുമെന്നും അന്ന് കേരളം 2 കൈയും നീട്ടി പ്രവാസികളെ സ്വീകരിക്കുമെന്നും സ്വപ്നം കാണുകയാണ് നാടകം. ശംഖുമുഖം പരിചിതമായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉറച്ചുപോയ ഒരു കടലോരം മാത്രമല്ല, അതിന് അതിൻ്റേതായ ഒരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രത്തിൽ നിന്നും ഇതുവരെ പറയാത്ത ഈ പടയോട്ട കഥകളിലെല്ലാം പടയോട്ട വിജയങ്ങളുടെ കഥകൾ മാത്രം പറയുമ്പോൾ പരാജയപ്പെട്ടവരുടെ കഥ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു എഴുത്തുകാരനെ കൊണ്ടുവന്ന് ആ കഥ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ എഴുതുന്ന നോവലും നാടകവും ജീവിതവും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഏറ്റവും സങ്കീർണമായ ഒരു പരീക്ഷണമാണ് ഈ നാടകം. നാട്ടിലും പ്രവാസ ലോകത്തുമായി നാടക പ്രവർത്തനം സജീവമായി നടത്തുന്ന തഴക്കം വന്നവർ മുതൽ ആദ്യമായി വേദിയിലെത്തുന്നവർ വരെ വിവിധ നാടക സംഘങ്ങളിലുണ്ട്. കാലങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവച്ചും കൗതുകത്തോടെ പുതിയ പാഠങ്ങൾ പഠിച്ചുമാണ് ഓരോരുത്തരും വേദിയിലെത്താൻ കരുത്തും തിളക്കവും നേടുന്നത്. നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും. ഞാനിവിടെ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ BDO ആയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഡോക്ടർ ദേവി സുമ.
ഞാൻ ഈ പറഞ്ഞതുപോലെ UAE വന്ന കാലം തൊട്ട് നാടക മത്സരത്തിൽ എനിക്കൊന്ന് സുവീരൻ സാറിൻ്റെ തന്നെ ഫസ്റ്റ് നാടകം യാർമേല തൊട്ടുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ കുറേ നാളായിട്ട് ഗ്യാപ്പായി. പിന്നെ ഇപ്പം വീണ്ടും ഈ കലയോടുള്ള പാഷൻ കാരണം നമ്മൾ ഉറക്കവും സമയവും ഒക്കെ മാറ്റിവെച്ച് റിഹേഴ്സൽ ക്യാമ്പിൽ എത്തുന്നു. അതൊരു സന്തോഷമല്ലേ? പറുദീസ പ്ലേ ഹൗസിന്റെ സീക്രട്ട്, അലൈൻ മലയാളി സമാജത്തിന്റെ നീലപ്പായസം, ക്രിയേറ്റീവ് ക്ലൗഡ് അവതരിപ്പിക്കുന്ന സിദ്ധാന്തം അഥവാ യുദ്ധാന്തം, മാസ് ഷാർജയുടെ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയവ പല നാളുകളിലായി വേദിയിലെത്തും. തിയേറ്റർ ദുബായിയുടെ ജീവന്റെ മാലാക, അൽക്കൂസ് തിയേറ്റേഴ്സിന്റെ രാഘവൻ തൈ, കനൽ ദുബായിയുടെ ചാവുപടികൾ, പ്രവാസി നാടക സമിതിയുടെ ശംഖുമുഖം തുടങ്ങിയവയാണ് മറ്റ് നാടകങ്ങൾ. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഈ നാടകങ്ങളിലൂടെ സാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. ശരിക്കും നാട് വിട്ടു പോരുമ്പോൾ അഭിനയം എന്ന മോഹം ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് കരുതി വന്നവരാണ് ഞങ്ങളൊക്കെ. കാരണം കുടുംബത്തിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ഒക്കെ. പക്ഷേ ആ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ സ്വപ്നങ്ങളാണ്, അഭിനയം എന്ന മോഹമാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്കിപ്പം ആ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള നാടകങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. വളരെ നല്ലൊരു ടീം എഫേർട്ടാണ് എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഈ പറയുന്ന എല്ലാവരിൽ നിന്നും ടീം എഫേർട്ടിൻ്റെ കാര്യം കൂടുതൽ പറയുമ്പോൾ എല്ലാവരും പലയിടത്തു നിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഓരോരുത്തരും അവർ തന്നെ അവരുടെ ഏറ്റവും അടുത്തുള്ളൊരു ആളിനെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ഈ ടീമിലുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു വാഹന സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ സ്വമേധയാ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മളുടെ ഈ ടീം വർക്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. നാടകത്തോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ നാടക സമിതികളുടെ ജീവവായു. കേരളത്തിൽ നിന്നും എത്തിയ തലയെടുപ്പുള്ള നാടക പ്രവർത്തകരാണ് വിധികർത്താക്കൾ. ജനുവരി 20-ന് 13ാമത് ഭരത് മുരളി നാടകോത്സവത്തിലെ വിജയികളെ പ്രഖ്യാപിക്കും. എന്നാലും എൻ്റെ ഇച്ഛായ പറയാതെ കള്ളനെ പോലുള്ള ഈ വരവുണ്ടല്ലോ. അവസാന നിമിഷമാണ് കുഞ്ഞിപ്പെണ്ണെ ലീവ് തരവായത്. അതും അത്യാവശ്യം കള്ളം പറയേണ്ടി വന്നു.